ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. മരണത്തിലും മരണാനന്തര ജീവിതത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് ഓരോ പുതിയ ദിവസവും, പുതിയ ആഴ്ചകളും, പുതിയ മാസങ്ങളും, പുതിയ വർഷങ്ങളും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊന്ന് കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളെ വിചാരണ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ റബ്ബ് എന്തൊരു ലക്ഷ്യത്തിനാണോ എന്നെ സൃഷ്ടിച്ചത്, ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ ഞാൻ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്, മരണാനന്തര ജീവിതത്തിലേക്ക് ഞാൻ എന്തെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്ന ഒരു വിചാരണ അത് ഓരോ ദിവസവും നാം നടത്തേണ്ടതാണ്. രണ്ടാമത്തത്, ഇനി വരാനിരിക്കുന്ന എൻ്റെ ദിവസങ്ങൾ എപ്രകാരമാണ് ഞാൻ ചിട്ടപ്പെടുത്തേണ്ടത്, തെറ്റുകൾ തിരുത്തിയും പശ്ചാത്തപിച്ചും ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞുകൂടേണ്ടത് എന്ന ആലോചനയും പ്ലാനിങ്ങുമാണ്. ഇത് രണ്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്, തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും വേണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായി അല്ലാഹു പറയുന്നത്, നിങ്ങൾ നാളേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന് വിചാരണ ചെയ്യണം. രണ്ടാമത്തത്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലം നിങ്ങൾ നല്ല മനുഷ്യരായി ജീവിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചെയ്യാനുള്ളത്. നമുക്കറിയാം, ഓരോ വർഷവും തൊട്ടു മുമ്പുള്ള വർഷത്തേക്കാൾ മോശമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നാമെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യവുമാണ്. നമ്മുടെ ചുറ്റിലും ഒട്ടനവധി തിന്മകൾ, അധർമ്മങ്ങൾ, അനീതികൾ, അക്രമങ്ങൾ, തോന്നിവാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ പകച്ചു നിൽക്കുകയാണ്. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം? പ്രഭാഷകന്മാരെമ്പാടുമുണ്ട്, പ്രബോധകർ എമ്പാടുമുണ്ട്, ചാനൽ ചർച്ച നടത്തുന്നവരുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകന്മാരുണ്ട്, സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്. എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ പലപ്പോഴും അതൊന്നും മനുഷ്യൻ്റെ മനസ്സിന് ശാന്തി നൽകുന്നതല്ല, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതുമല്ല. എങ്കിൽ പിന്നെ നാം ആർക്കാണ് ചെവി കൊടുക്കേണ്ടത്? സംശയം വേണ്ട. എക്കാലഘട്ടത്തിലും മനുഷ്യന് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ വേദഗ്രന്ഥങ്ങൾക്ക് ചെവി കൊടുക്കണം, പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾക്ക് ചെവി കൊടുക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മുടെ വേദഗ്രന്ഥം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ. പരിശുദ്ധ ഖുർആനിനെയും
പ്രവാചകൻ്റെ വചനങ്ങളെയും നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോവുകയില്ല, നാം പരിഭ്രമിക്കുകയില്ല, നമുക്ക് സങ്കടപ്പെടേണ്ടി വരികയില്ല, നമുക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വം. നിശ്ചയമായും പരിശുദ്ധ ഖുർആൻ ഏറ്റവും നേരായതിലേക്ക് വഴി നടത്തുന്നു. നിങ്ങളെ കൈപിടിച്ച് ഏറ്റവും ശരിയായ വഴിയിലേക്ക് നടത്തും പരിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ തുതീഊഹു തഹ്തദൂ. നിങ്ങൾ പ്രവാചകനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഹിദായത്ത് ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചേ മതിയാകൂ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആരാണോ പരലോകത്തെ പ്രതീക്ഷിക്കുന്നത്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നത്, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണോ അവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ്റെ ചര്യകളെ പിൻപറ്റുക. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിജ്ഞാനപ്രദമായതും തത്വസമ്പൂർണവുമായ ഒരു ജീവിതം നയിക്കുവാൻ പ്രവാചകൻ്റെ വാക്കുകൾ, വചനങ്ങൾ, ഹദീസുകൾ കേൾക്കലല്ലാതെ നിർവാഹമില്ല. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, ഇന്നി ഊതീതു ജവാമി അൽ കലിം, ഇന്നി ഊതീതു ജവാമി അൽ കലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ജവാമിഉൽ കലിമ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കുകളിൽ ബൃഹത്തായ ആശയങ്ങൾ പറയാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. മാത്രമല്ല അല്ലാഹുവിൻ്റെ പ്രവാചകൻ സംസാരിക്കുന്നത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ സംസാരിക്കുന്നേയില്ല. അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനവ സമൂഹത്തിന് ഇത്രമാത്രം ഉപകാരപ്പെടുന്ന വാക്കുകൾ ആ പ്രവാചകനല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ എത്രമാത്രം ഉപകാരപ്രദമായതും ആഴമേറിയതും വിജ്ഞാനപ്രദവുമായ വാക്കുകളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ വാക്കുകളെ തേടുക. എന്നാൽ പ്രവാചകൻ്റെ വാക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു അതോറിറ്റിയുമില്ലാതെ, യാതൊരു നിലക്കും ഉത്തരവാദിത്തമില്ലാതെ, യാതൊരു അടിസ്ഥാനവുമില്ലാതെ പ്രവാചകൻ്റെ പേരിൽ കളവ് പറയാനും പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഹദ്ദത ഹദീസൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബീൻ. ആരെങ്കിലും ഒരു ഹദീസ് പറഞ്ഞാൽ അത് കളവാണ്, ഞാൻ പറഞ്ഞതാണ് എന്ന് ഉറപ്പില്ല, എന്നിട്ടും അതാരെങ്കിലും റസൂല് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഉദ്ധരിച്ചാൽ അവനും എൻ്റെ പേരിൽ കളവ് പറയുന്നവനാണ്. സോഷ്യൽ മീഡിയ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ പലരും ഖാല റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, ദീനിലില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അറിയുക, അവരെല്ലാം പ്രവാചകന്റെ പേരിൽ കളവാണ് പറഞ്ഞു നടക്കുന്നത്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ. പ്രവാചകന്റെ പേരിൽ മനഃപൂർവ്വം ആരെങ്കിലും കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അവർ നരകത്തിൽ ഒരു സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രവാചകന്റെ വാക്കുകൾ എന്ന് പറയുമ്പോൾ അത് വഹയാണ്, അത് സമൂഹത്തിന് ദിശാബോധം നൽകുന്നതാണ്, അത് സമൂഹത്തിന് ആശ്വാസവും സന്തോഷവും നൽകുന്നതാണ്. അതിലേക്ക് പരിമിതമായ ബുദ്ധിയുള്ള മനുഷ്യരുടെ വാക്കുകൾ കടന്നുകൂടാൻ പാടില്ല എന്നതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകൾ, പ്രവാചകനോട് പുണ്യത്തെക്കുറിച്ച് ചോദിക്കാൻ ഒരു സഹാബി വന്നു. എന്താ റസൂലുള്ളാഹിയുടെ മറുപടി? അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. പുണ്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവമാണ്. ചെറിയ വാക്കുകളാണ്, പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവം, അവൻ്റെ അഖ്ലാഖ്, അവൻ്റെ പെരുമാറ്റം അത് നന്നാക്കി തീർക്കലാണ് മഹത്തായ പുണ്യമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് മറ്റൊരാളോടും എനിക്ക് ചോദിക്കേണ്ടി വരാത്ത വിധം സമഗ്രമായ ഒരു വാക്ക് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം.
അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് നീ പറയൂ. എന്നിട്ട് സുമ്മസ്തഖിം, നീ നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്യുക. ഞാൻ അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നത്, ആ അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ പിന്നെ നിനക്ക് ഇതിനെ സംബന്ധിച്ച് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നിനക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരിക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ഞാനത് ചെയ്താൽ അള്ളാഹുവിനെന്നോട് ഇഷ്ടം തോന്നണം, ജനങ്ങൾക്കും എന്നോട് ഇഷ്ടം തോന്നണം. അങ്ങനെ ഒരേ സമയം അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇഷ്ടം സമ്പാദിക്കാൻ ഞാൻ എന്താണ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇസ്ഹദ് ഫിദ് ദുനിയാ യുഹിബ്ബുക്കല്ലാഹ് വസ്ഹദ് ഫീമാ ഫി ഐദിൻ നാസ് യുഹിബ്ബുക്കന്നാസ്. ഈ ദുനിയാവിലുള്ളതിനോട് നീ വിരക്തി കാണിക്കൂ, അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നതാണ്. മനുഷ്യരുടെ കൈകളിലുള്ളതിനോട് വിരക്തി കാണിക്കൂ, അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ ഭൗതികമായ വിരക്തി, ഭൗതിക വിഭവങ്ങളോടുള്ള വിരക്തി നിനക്കുണ്ടോ? അള്ളാഹുവിനും നിന്നെ ഇഷ്ടമാകും, ജനങ്ങൾക്കും നിന്നെ ഇഷ്ടമാകുമെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മറ്റൊരിക്കൽ ഒരു സഹാബി വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, എനിക്കൊരു വസിയ്യത്ത് നൽകണം. നബിയുടെ മറുപടി, ലാ തഗ്ദബ്, നീ കോപിക്കരുത്, ദേഷ്യം പിടിക്കുന്നവനാവരുത്. അദ്ദേഹം പറഞ്ഞു, സിദ്നി, വർദ്ധിപ്പിച്ചു തരൂ. വീണ്ടും നബി ആവർത്തിച്ചു, ലാ തഗ്ദബ്, നീ കോപിക്കരുത്. അദ്ദേഹം പറഞ്ഞു വീണ്ടും, നബിയെ, എന്നെ ഉപദേശിക്കൂ, എനിക്ക് വസിയ്യത്ത് നൽകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ദബ്, നീ കോപിക്കരുത്. കാരണം കോപമെന്നത്, ദേഷ്യം പിടിക്കുക എന്നത് നിങ്ങളെ പരാജയപ്പെടുത്തുന്ന കാര്യമാണ്. ഭൂമിയിൽ നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും, ഒരുപാട് മനുഷ്യരുണ്ടാകും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഫിത്നയാണ്. വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന അതസ്ബിറൂൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ഫിത്നയാണ്. എന്തു വേണം അവിടെ? അതസ്ബിറൂൻ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ്. പ്രവാചകൻ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഒരു മല്ലയുദ്ധത്തിൽ തൻ്റെ എതിരാളിയെ അടിച്ചിടുന്നവനല്ല ശക്തൻ, മറിച്ച് ദേഷ്യം പിടിക്കുമ്പോൾ ഹൃദയത്തെ പിടിച്ചു വെക്കുകയും മനസ്സിനെ പിടിച്ചു വെക്കുകയും കോപത്തെ അടക്കുകയും ചെയ്യുന്നതാരോ അവനാണ് ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് എത്ര മോശമായി പെരുമാറിയാലും അങ്ങോട്ട് നന്നായി പെരുമാറലാണ് ഖൈറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, ഞാൻ അവരോട് വളരെ നല്ല നിലക്ക് പെരുമാറുന്നു, അവരെന്നോട് എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കുന്നു, പക്ഷേ അവരെന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫഇൻ കുൻത കമാ ഖുൽത ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ലാം, നീ പറഞ്ഞതുപോലെയാണെങ്കിൽ അവരെ നീ ചുടുവെണ്ണീര് തീറ്റിക്കുന്നതിന് സമമാണ്. എന്നിട്ട് നീ ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും അത് കണ്ടിന്യൂ ചെയ്യുകയുമാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ സഹായിക്കാൻ ഒരാളുണ്ടാകും എന്ന് പറഞ്ഞാൽ, നമ്മോട് മോശമായി പെരുമാറുന്നവരോടും നാം അങ്ങോട്ട് മാന്യമായി പെരുമാറിയാൽ അള്ളാഹുവിൽ നിന്ന് നമ്മെ സഹായിക്കുവാനുള്ള ഒരു സഹായി, ഒരു മലക്കിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മൻ കലമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു ദഅാഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അലാ റൂസിൽ ഖലായിഖി ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂരി മാ ഷാ. ഒരാൾ ദേഷ്യം അടക്കി വെക്കുകയാണെങ്കിൽ, ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായി, പക്ഷെ അതിനെ അടക്കി വെച്ചാൽ ഖിയാമത്ത് നാളിൽ സകല സൃഷ്ടികളുടെയും സാന്നിധ്യത്തിൽ ആ വ്യക്തി അല്ലാഹു പ്രത്യേകം വിളിക്കുന്നതാണ്. സകല സൃഷ്ടികൾക്കും അയാളെ പരിചയപ്പെടുത്തും. എന്നിട്ട് പറയും, സ്വർഗത്തിലെ ഹൂറില്യങ്ങളിൽ നിന്ന് എത്രയാണോ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ, കാരണം അത്രമാത്രം വലിയ ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് ദേഷ്യം മടക്കി വെക്കുക എന്നുള്ളത്. ആ നിലക്ക് മാനവ സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരുപാട് വാക്കുകൾ പ്രവാചകൻ്റെ ഹദീസുകൾ 1000 ഹുത്ബകളിൽ വിശദീകരിച്ചാലും നമുക്ക് തീർക്കാൻ സാധ്യമല്ല. അത്രമാത്രം ഉന്നതമായ വാക്കുകൾ ആ പ്രവാചകൻ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് വ്യർത്ഥമായ വാക്കുകൾക്ക് ചെവി കൊടുത്ത് സമയം കളയാതെ പ്രവാചകൻ്റെ ഹദീസുകൾ പഠിക്കൂ, സുന്നത്ത് പഠിക്കൂ, ഖുർആൻ പഠിക്കൂ. എങ്കിൽ ഏത് കാലഘട്ടത്തിലും നമുക്ക് ദിശാബോധമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും വലിയ ഹിക്മത്തിൽപ്പെട്ടതാണ്
നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ സമാധാനമുണ്ടാകണം, സുരക്ഷയുണ്ടാകണം, ശാന്തി ഉണ്ടാകണം. ഒരു നാട്ടിൽ സമാധാനമുണ്ടാവലാണ് ഏറ്റവും വലിയ ഖൈർ. അതിന് ഭംഗം വരുത്തുന്ന ഒരു വാക്കും പ്രവൃത്തിയും വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അസ്ബഹ മിൻകും, നിങ്ങളിൽ നിന്ന് ഒരാൾ നേരം വെളുത്തു, ആമിനൻ ഫി സിർബി മുആഫൻ ഫി ജസദി വഇൻദഹു ഖൂതു യൗമി കഅന്നമാ ഹീസത് ലഹു ദുനിയ. നേരം വെളുക്കുന്നു, നാട്ടിൽ സമാധാനമുണ്ട്. നിങ്ങൾ ഏത് നാട്ടിലാണോ അവിടെ നിർഭയനാണ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ശരീരത്തിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. അന്ന് ജീവിക്കാനുള്ള ഭക്ഷണം വീട്ടിലുണ്ട്, ഒരുപാട് മാസത്തേക്ക് എന്നല്ല. വഇൻദഹു ഖൂതു യൗമി, അന്നത്തെ ഭക്ഷണം വീട്ടിലുണ്ടോ എങ്കിൽ ദുനിയാവിലെ മുഴുവൻ സമ്പാദ്യവും കിട്ടിയവനെ പോലെയാണ്. കാരണം എന്താണ്? നാളെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കാണ് ഉറപ്പ്? മനുഷ്യന്മാർ സമ്പാദിക്കുന്നത് കണ്ടാൽ വിചാരിക്കും 1000 നൂറ്റാണ്ടുകൾ അവർക്കിവിടെ നിത്യവാസമുണ്ട് എന്ന്. എന്നാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സമാധാനമാണ് പ്രധാനം, അന്നന്ന് ജീവിക്കാനുള്ള വിഭവമാണ് പ്രധാനം, ആരോഗ്യമാണ് പ്രധാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു രാഷ്ട്രത്തിലെ ഹാക്കിമുകളെ, ഭരണാധികാരികളെ, ദുൽ അംറിനെ, കൽപ്പനാധികാരമുള്ള ആളുകളെ അനുസരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഹാക്കിമുകളെയും ഭരണാധികാരികളെയും നിങ്ങൾ അനുസരിക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ ജനങ്ങൾക്ക് നൽകിയ ഉപദേശം, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഭയപ്പെടണം. മറ്റൊരു റിവായത്തിൽ ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യണം, അവനെ ആരാധിക്കണം. വസല്ലൂ ഖംസക്കും, 5 വഖ്ത് നമസ്കരിക്കണം. വസൂമൂ ഷഹ്റക്കും, റമളാനിൽ നോമ്പ് നോൽക്കണം. വഅദ്ദൂ സകാത അംവാലിക്കും, നിങ്ങളുടെ ധനത്തിൽ നിന്ന് നിങ്ങൾ സകാത്ത് നൽകണം. വഅതീഉ ദാ അംരിക്കും, നിങ്ങളുടെ ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ തദ്ഖുലൂ ജന്നത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. സ്വർഗത്തിൽ പോകണമെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടണം, 5 വഖ്ത് നമസ്കാരം നിലനിർത്തണം, റമളാനിൽ നോമ്പ് നോൽക്കണം, സകാത്ത് നൽകണം, ഭരണാധികാരികളെ അനുസരിക്കുകയും വേണം. എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവാചകൻ്റെ വാക്കുകൾ, ഹദീസുകളൊക്കെ കേട്ട് പഠിച്ചു മനസ്സിലാക്കി സ്വയം ഉൾക്കൊണ്ടുകൊണ്ടും നമ്മുടെ മക്കളെയും കുടുംബത്തെയും പഠിപ്പിച്ചുകൊണ്ടും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടും നല്ല ഒരു ദിനരാത്രങ്ങളാകട്ടെ ഇനി നമുക്ക് വരേണ്ടത്. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.